ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 147 സന്ദേശം നമുക്ക് ധ്യാനിക്കാം. ദിവസവും അരമണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ സാഷ്ടാംഗം വീണ് ആരാധിച്ചിരുന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ വെളിച്ചം ലഭിച്ചിരുന്നതെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ആ കാലഘട്ടത്തിൽ എന്നെ തന്നെയും ദൈവത്തെയും ആഴമായി മനസ്സിലാക്കുവാൻ സാധിച്ചു. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫൗസ്റ്റീനാമ്മയുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം, വലിയ ഒരു യാഥാർത്ഥ്യം, നമുക്കെല്ലാം അവകാശപ്പെട്ട വലിയൊരു യാഥാർത്ഥ്യം നമ്മളെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. ദിവസവും അരമണിക്കൂർ സമയം വിശുദ്ധ ഫൗസ്റ്റീന ഈശോയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് ആരാധിച്ചിരുന്ന ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ആ സമയത്ത് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് സ്വയം ബോധ്യമാവുകയും ദൈവത്തെ കൂടുതൽ ആഴത്തിൽ ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാണ് പറയുക. തിരുസഭ അരമണിക്കൂർ നേരം ദിവികാരുണ്യ ആരാധനയിൽ ചെലവഴിക്കുന്ന ഒരാൾക്ക് പരിപൂർണ ദണ്ഡവിമോചനം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമുക്ക് സാധ്യമായിട്ടുള്ളവർക്കൊക്കെ ഒരു അരമണിക്കൂർ സമയമെങ്കിലും ദിവികാരുണ്യേശോയുടെ മുമ്പിലിരുന്ന് അവിടുത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്തിനാണ് ദിവികാരുണ്യേശോയുടെ മുമ്പിൽ നമ്മൾ ആരാധിക്കുന്നത്? പലപ്പോഴും ശുഷ്കമായിട്ടുള്ള ഒരു ദൈവശാസ്ത്രം പലപ്പോഴും നമ്മളെ തളർത്തി കളയാറുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള ആത്മീയ ബോധ്യങ്ങളും ദൈവശാസ്ത്രപരമായിട്ടുള്ള പഠനങ്ങളും പലപ്പോഴും അതിൻ്റെ ചൈതന്യത്തെ മനസ്സിലാക്കാതെ അതിനെ വ്യാഖ്യാനിച്ചു തന്ന സഭാപിതാക്കന്മാരെയോ വിശുദ്ധരായിട്ടുള്ള വേദപാരംഗതരെയോ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ നിയന്താക്കളെയോ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ പലപ്പോഴും നിർജ്ജീവമായ ആ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയ തത്വങ്ങളെ ആത്മീയതയായിട്ട് പലരും ഗ്രഹിക്കാറുണ്ട്. അതുകൊണ്ട് പലപ്പോഴും പലർക്കും ദേവാലയത്തിൽ തിരുസക്രാരിയിലായിരിക്കുന്ന ദിവികാരുണ്യ സാന്നിധ്യം, ഈശോയുടെ യഥാർത്ഥമായ ആ സാന്നിധ്യം, അത് വേണ്ട രീതിയിൽ ആരാധിക്കപ്പെടേണ്ട ഒന്നല്ല. അത് രോഗികൾക്ക് വേണ്ടിയിട്ട് എഴുന്നള്ളിച്ചു കൊടുക്കേണ്ടുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാണെന്നുള്ള ആ ഒരു 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 സാധാ ചിന്തയിൽ ദിവികാരുണ്യ സാന്നിധ്യത്തെ, ഈശോയുടെ ആ ദിവികാരുണ്യത്തിലെ സാന്നിധ്യത്തെ അവഗണിക്കാറുണ്ട്. എന്നാൽ വിശുദ്ധരുടെ ജീവിതത്തിലെല്ലാം പൊതുവായിട്ട് കണ്ടിരുന്ന ഒരു വലിയ കാര്യമാണ്, ഒരു വലിയ സത്യമാണ്, പൊതുവായ ഒരു വിശുദ്ധമായ സ്വഭാവമാണ് ദിവികാരുണ്യനാഥനോടുള്ള ആഴമായ സ്നേഹം. ഒരു ഇടവക മുഴുവൻ നിർജ്ജീവമായിരിക്കുമ്പോഴും ദേവാലയത്തിൽ ദിവികാരുണ്യത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചിരുന്ന വിശുദ്ധ ജോൺ മരിയ വിയാനിക്ക് ആർസിനെ മുഴുവൻ തീ പിടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ദിവികാരുണ്യനാഥൻ കുടികൊള്ളുന്ന ഏത് ദേവാലയത്തിൻ്റെ കുരിശും അകലെ നിന്ന് പോലും ദർശിക്കുമ്പോഴും അവിടെ കുമ്പിട്ട് വീണ് ആരാധിച്ചിരുന്നു. ദിവികാരുണ്യം നമുക്ക് തരുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ഈശോ കടന്നു വന്നതുപോലെ ഒരു വൈദികൻ്റെ കരങ്ങളിലൂടെ കടന്നു വരുന്നതിനാൽ ആ വൈദികൻ ഏത് പാപകരമായ അവസ്ഥയിലാണെങ്കിലും ആ വൈദികനെ മാലാഖയെ കഴിഞ്ഞ് ശ്രേഷ്ഠനായിട്ട് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് കണ്ടിരുന്നു. അതുകൊണ്ട് നമുക്ക് ആത്മീയമായിട്ട് ആണെങ്കിൽ പോലും ഒരു ദിവസം അരമണിക്കൂറെങ്കിലും ദിവികാരുണ്യ സാന്നിധ്യത്തിന് മുമ്പിലായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മളിൽ പലരും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറുകയും ജോലിക്കും പഠനത്തിനും ഒക്കെ വേണ്ടി പല പല സ്ഥലങ്ങളിലാണ്. പലപ്പോഴും നമ്മുടെ തനതായ ആരാധനാക്രമത്തിലോ വിശുദ്ധ കുർബാനയോ ഒക്കെ ലഭിക്കാത്ത സാഹചര്യങ്ങളും ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. എന്നോട് പലരും മാലദ്വീപിൽ നിന്നും അതുപോലെ തന്നെ പല ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുമൊക്കെ വിശുദ്ധ കുർബാന ഓൺലൈനായിട്ട് എപ്പോഴാണ് നമുക്ക് പൊതുവായിട്ട് അർപ്പിക്കാൻ സാധിക്കുക എന്നൊക്കെ ചോദിച്ച കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു അവസരത്തിലും നമുക്ക് ദിവികാരുണ്യനാഥനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തിൽ ദിവികാരുണ്യനാഥനായിട്ട് ഈശോയെ കണ്ട് ആരാധിക്കാൻ ഒരു അരമണിക്കൂർ സമയം ചിലവഴിക്കാൻ സാധിക്കുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ എന്നേക്കും നമ്മളെ വളർത്തുന്ന ആത്മീയ അനുഭവമായിരിക്കും. അനേക തലമുറകളിൽ നിന്ന് മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന രഹസ്യം നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തുന്നുവെന്ന് അപ്പസ്തോലൻ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട്. ഈ സന്ദേശം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും ഏത് വിശ്വാസ സംഹിതകൾ അനുസരിക്കുന്ന രാജ്യത്തായാലും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പൊതുവായ ആരാധനയിൽ നിന്നൊക്കെ അകലങ്ങളിലായിരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിലും സത്യത്തിലും നമുക്ക് ഈ ദിവികാരുണ്യനാഥനെ ആരാധിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോയോട് നമുക്ക് പറയാം, ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃത്തിനെ, ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.